Hi friends, the Garden YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇന്ന് തർപ്പൽ നഴ്സറിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗോണിയാസും പിന്നെ അതുപോലെ ഫിറ്റോണിയ അങ്ങനത്തെ എന്തോ പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്കിത് കിട്ടിയതൊരു 5 days ലേറ്റ് ആയിട്ടോ. കൊറിയറിൻ്റെ ഒരു എന്തോ ഡിലേ വന്നപ്പോൾ ഒരു 5 days ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ശരിക്കും 2 ബോക്സ് ഉണ്ടായിരുന്നു നമുക്കിന്ന് കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ബോക്സ് ഉണ്ട് ഇന്ന് അൺബോക്സ് ചെയ്യാൻ. അപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, എനിക്കിതൊന്ന് വന്നപ്പോൾ തിങ്കളാഴ്ച അയച്ചതായിരുന്നു അവർ. അപ്പോൾ കിട്ടിയപ്പോൾ വെള്ളിയാഴ്ചയായി, ഒരു 5 days ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കൊറിയറിൻ്റെ എന്തോ ഡിലേ കാരണമായിരുന്നു ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പ്ലാൻസ് ഒക്കെ ആകെ മോശമായിട്ടുണ്ടാവും എന്ന് കരുതി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ നല്ല സേഫ് ആയിട്ടുണ്ട്. ബോക്സ് ചെറുതായിട്ട് ആ ഈർപ്പ് ഇറങ്ങിയിട്ട് ബോക്സ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്ലാൻസ് ഒക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഹോയയുടെ കുറച്ച് പ്ലാന്റ്സ് ആയിരുന്നു. പിന്നെ ഒരു കോംപ്ലിമെൻ്ററി പ്ലാന്റ് ആയിട്ട് ബോർഡർ ഗ്രാസ് വെച്ചിട്ടുണ്ട്. ഹോയയുടെ ഒരു കോംബോ ഉണ്ട് ഈ ഒരു ബോക്സിൽ. പിന്നെ ഫിറ്റോണിയയുടെ കോംബോ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ കുറച്ച് പ്ലാന്റ്സും കൂടിയാണ് ഈ ഒരു വലിയ ബോക്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഞാൻ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അൺറോൾ ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് എല്ലാ പ്ലാന്റ്സും ഒന്നും ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകാമെന്നുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് സെക്കൻഡ് ബോക്സ്, ആ ചെറിയൊരു ബോക്സ് നമുക്കൊന്ന് തുറന്ന് നോക്കാനായിട്ട്. അത് ബിഗോണിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ബിഗോണിയൊക്കെ ഈ 5 ദിവസം ലേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫിറ്റോണിയയുടെ ഒരു 15 വെറൈറ്റി വരുന്നൊരു കോംബോ ആയിരുന്നു. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഹോയയുടെ ഒരു കോംബോയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. ഈ കാണുന്നത് ഹോയ കാർണോസ എന്ന് പറയുന്ന ഒരു ഹോയയുടെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോയയുടെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ തന്നെ വളർന്നിട്ടുണ്ട് പ്ലാന്റ്സ്. പിന്നെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കാര്യം പറയാൻ നേരം, നമുക്ക് ഫിറ്റോണിയാസിലെല്ലാം അങ്ങനെ ഫുള്ള് നമുക്ക് വളർത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റീസ്, ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ കുറച്ച് റെയർ വെറൈറ്റീസൊക്കെ നമുക്കത് വഴങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റീസൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിവിടെ പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ അൺബോക്സ് ചെയ്തിരുന്നതിൽ കുറച്ചൊക്കെ എൻ്റെ നിന്ന് നഷ്ടമായിട്ടുണ്ടായിരുന്നു, ചീഞ്ഞൊക്കെ പോയതായിരുന്നു. ബാക്കിയുള്ളതൊക്കെ കുറച്ച് പിടിച്ച് നിൽപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇത്തവണ നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഫിറ്റോണിയ പ്ലാന്റ്സ് എളുപ്പത്തിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ നമ്മൾ നേരിട്ട് പ്ലാന്റ് ചെയ്യുക. ജിഫി ബാഗ് ഉൾപ്പെടെ തന്നെ നമ്മുടെ പോട്ട് മിക്സിലോട്ട് ഇറക്കി വെക്കുക. കാരണം ഇതിൻ്റെ റൂട്ടിന്, നമ്മൾ ജിഫി ബാഗ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് നശിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാനത് പ്ലാന്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കൊക്കോപീറ്റിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോഴൊരു 3 part കൊക്കോപീറ്റും ഒരു 1 part റിവർ സാൻഡ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് പിടിച്ച് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് നമ്മൾ നേരിട്ട് മണ്ണിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനോട് അഡാപ്റ്റ് ചെയ്ത് കിട്ടാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്ലാന്റ്സ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഒരു രീതിക്കൊന്ന് പ്ലാന്റ് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത പ്ലാന്റ് കുറച്ച് ലോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇനിയുള്ളത്. ഇതൊരു മഡഗാസ്കർ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു പൂവിടുന്നൊരു പ്ലാന്റാണ്. ഇതിങ്ങനെ പടർന്ന് കയറുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അത് നല്ലൊരു പ്ലാന്റ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ വന്നത്. അടിയിൽ ഒരു കവറിലൊക്കെയാണ് അതിൻ്റെ റൂട്ടൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതും അത്യാവശ്യം അതുപോലെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗോൾഡൻ പെൻഡ അല്ലെങ്കിൽ റൊസീഡോ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ഈ ചാമ്പക്ക മരമൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതും ചെറിയൊരു കവറിൽ റൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് മിക്കവർക്കും അറിയായിരിക്കും, ഫിലോഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു നല്ലൊരു തൈ എൻ്റെ കയ്യിൽ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും 2 പ്ലാന്റ് ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ്. ഇത് നല്ല വെരിഗേഷൻസ് ഒക്കെ, ഇതിനേലും നല്ല പോലെ തന്നെ വെരിഗേഷൻസ് ഇത് മെച്യൂർ ആവുന്നതനുസരിച്ച് വരും. ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇനി അടുത്തതായിട്ടുണ്ടായിരുന്നത് ഇതൊരു കലാത്യ വെറൈറ്റിയിൽ പെടുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Ctenanthe lubbersiana എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പേര് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉച്ചാരണം എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഗോൾഡൻ മൊസൈക് പ്ലാന്റ് എന്നും കൂടെ ഒരു നിക് നെയിം പോലത്തെ ഒരു പേര് കൂടെ ഉണ്ട്. അത്യാവശ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റ്. ഇപ്പോൾ വീഡിയോസിലായാലും അതുപോലെ തന്നെ ഗാർഡൻസ് നഴ്സറികളിലൊക്കെ ആയാലും ഇത് കണ്ടിട്ടുണ്ടാവും. നല്ലൊരു പ്ലാന്റ് ആണ്, നല്ല ഒരു കലാത്യ വെറൈറ്റിയാണ്, കലാത്യ ഫാമിലിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ബോക്സിൽ, ആ വലിയ ബോക്സിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ബോക്സ് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എടുത്ത പ്ലാന്റ് നമ്മുടെ ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് ജസ്റ്റ് ചെറിയൊരു കോംപ്ലിമെൻ്ററി ഒരു ഗിഫ്റ്റ് പോലെ വെക്കുന്നതാണ് കേട്ടോ എല്ലാ ബോക്സിലും. അപ്പോൾ ഈ ഒരു ബോക്സിൽ മെയിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബിഗോണിയ വെറൈറ്റീസ് ആണ്. ബിഗോണിയാസിൻ്റെ ഒരു കോംബോയാണ് ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം.
അപ്പോൾ ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് ഫുള്ള് ബിഗോണിയ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതൊരു കോംബോയാണ്, ബിഗോണിയയുടെ ഒരു കോംബോയാണ്. ഏകദേശം ഒരു 20 പ്ലാന്റ്സ് 20 വെറൈറ്റീസ് ബിഗോണിയാസ് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ലിങ്ക്, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, പിന്നെ അതുപോലെ വാട്സപ്പിൻ്റെ കാറ്റലോഗ് ലിങ്ക് ആണ് ഞാൻ താഴത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അവരുടെ ആ ഒരു ലിസ്റ്റിംഗ്, ആ ഒരു കാറ്റലോഗിലോട്ട് ചെല്ലും വാട്സപ്പിൽ. അതിനകത്ത് ഫോട്ടോസും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ പേരും റേറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഒരു വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി. ഇന്ന പ്ലാൻസ് ഒക്കെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഈ പ്ലാൻസ് ഒക്കെയാണ് വേണ്ടത്. അങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ പലരും എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ബിഗോണിയ കോംബോയൊക്കെ വാങ്ങിയതിന് ശേഷം അത് പിടിച്ച് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ അകത്തുനിന്ന് കുറേ പ്ലാൻസ് ഒക്കെ നശിച്ചു പോയി എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്ലാൻസ് ഒക്കെ ഒരുപാട് വാങ്ങിയാലും അതിൻ്റെ അകത്തുനിന്ന് കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെടാറുള്ളത് അത് സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ബിഗോണിയാസിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഫിറ്റോണിയാസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ്സിന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങി നമ്മുടെ ആ ഒരു ക്ലൈമറ്റിൽ വെക്കുമ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ചെറിയ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്ലാന്റ്സ് ഫുള്ളായിട്ട് നശിച്ചു പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ബിഗോണിയൊക്കെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ എന്തായാലും പറ്റുന്നത്രയും നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കെയർ ചെയ്യുക. എന്നാലും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കൊറിയറായിട്ട് നമുക്ക് വന്നിട്ട് പ്ലാന്റ്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്ലാന്റ്സ് എന്തെങ്കിലും ചീഞ്ഞക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അവരൊന്ന് ആദ്യം ഇൻഫോം ചെയ്യാം എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാറ്റലോഗ് ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്തത് മാത്രമല്ല, വേറെ കുറേ വെറൈറ്റീസ് പ്ലാന്റ്സ് ഒക്കെ അവരിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറിൽ സേവ് ചെയ്തിട്ട് അവരുടെ കാറ്റലോഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ബിഗോണിയാസ് ഒക്കെ പ്ലാന്റ് ചെയ്യാൻ നേരം റിവർ സാൻഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ. നല്ല എയറേഷനും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന റിവർ സാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ബിഗോണിയാസ് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കഴിയാറായി ഏകദേശം. ഇതിപ്പോൾ ലാസ്റ്റ് ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതൊരു ട്വിസ്റ്റഡ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ. ആദ്യം ഉണ്ടായിരുന്നത് ഒരു ഫിറ്റോണിയ കോംബോ, പിന്നെ അതുപോലെ തന്നെ ഹോയ കോംബോ. ഹോയ എന്ന് പറയുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ഒരു പടർന്ന് കയറുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയ ബിഗോണിയ കോംബോ, പിന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റും അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയ വെറൈറ്റി, പിന്നെ പിങ്ക് പ്രിൻസസ് ഒക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ആ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും തീരാ സമയമായി. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും